രജനീകാന്തിനെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. സിനിമാ ലോകത്ത് ഇനിയൊരിക്കലും ആവർത്തിക്കില്ല എന്ന് ഉറപ്പുള്ള പ്രതിഭാസമാണ് രജനീകാന്ത്. 5 പതിറ്റാണ്ട് പിന്നിട്ട ആ കരിയർ തമിഴ് സിനിമയുടെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രമാണ്. കർണാടകയിൽ ജനിച്ച് തമിഴ്നാടിന്റെ തലവരായി മാറിയ രജനീകാന്തിന്റെ കഥ അദ്ദേഹത്തിന്റെ ഏതൊരു മാസ് സിനിമയും വെല്ലുന്ന മാസ് രംഗങ്ങൾ നിറഞ്ഞതാണ്. സിനിമ ഉള്ളിടത്തോളം കാലം രജനീകാന്ത് തലമുറകൾക്ക് പ്രചോദനമായി നിലനിൽക്കും. തന്റെ കരിയറിൽ അധികം ഗ്ലോസിപ്പുകൾക്കൊന്നും രജനീകാന്ത് നിന്നു കൊടുത്തിട്ടില്ല. എന്നാൽ രജനിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഗ്ലോസിപ്പായിരുന്നു നടി സിൽക്ക് സിമുദയുമായിട്ടുള്ള പ്രണയം. ഇരുവരുടെയും ഓൺ സ്ക്രീനിലെ കെമിസ്ട്രി അസാധ്യമായിരുന്നു. അതായിരുന്നു ഓൺ സ്ക്രീനിൽ പ്രണയ വാർത്തകളുടെ ഉറവിടം. ആ കഥ ഇങ്ങനെ: ഒരു കാലത്ത് സൂപ്പർ താര സിനിമകളിൽ ഒഴിവാക്കാനാകാത്ത ഘടകമായിരുന്നു സിൽക്ക് സിമിത. തങ്കം മകൻ, പായും പുലിയും, ശിവപ്പൂ സൂര്യൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിൽ നല്ല സൗഹൃദം നിലനിന്നിരുന്നു. ഈ സൗഹൃദമാണ് പ്രണയ ഗ്ലോസിപ്പിലേക്ക് എത്തിയത്. എന്നാൽ ഇത്തരം ഗ്ലോസിപ്പുകളോട് രജനീകാന്തോ സിൽക്ക് സിമിതയോ ഒരിക്കലും പ്രതികരിച്ചില്ല. വിവാഹിതരായിരിക്കെ തന്നെ രജനീകാന്തിന് സിൽക്ക് സിമിതയോട് പ്രണയം തോന്നി എന്നായിരുന്നു ഗ്ലോസിപ്പുകൾ എഴുതിയിരുന്നത്. സിൽക്ക് സിമിതയുടെ ജീവിത കഥ പറഞ്ഞ സിനിമയിൽ നസ്രുദ്ദീൻ ഷാ അവതരിപ്പിച്ച സൂപ്പർ താരത്തിന്റെ കഥാപാത്രം രജനീകാന്ത് ആയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ രജനിയുടെ ആരാധകർ രംഗത്തെത്തി. ഇതോടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ വിശദീകരണം നൽകിയിരുന്നു. അതേസമയം രജനീകാന്തിന്റെയും ഭാര്യ ലതയുടെയും പ്രണയകഥ സിനിമാ കഥ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. ചെന്നൈയിലെ ഒരു കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചർ വിദ്യാർത്ഥിയായിരുന്നു ലത. തന്റെ കോളേജ് മാഗസിന് വേണ്ടി യുവതാരമായ രജനീകാന്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാനായി എത്തിയതായിരുന്നു ലത. അഭിമുഖം കഴിഞ്ഞപ്പോൾ ലതയെ വിവാഹം കഴിക്കാൻ രജനീകാന്ത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ ആഗ്രഹം രജനീകാന്ത് അറിയിച്ചപ്പോൾ വീട്ടിൽ ചോദിച്ചിട്ട് അറിയിക്കാമെന്നായിരുന്നു ലതയുടെ മറുപടി. സൂപ്പർ താരമായിരിക്കുമ്പോഴും രജനീകാന്തിനുള്ള ലാളിത്യമായിരുന്നു ലതയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം ലതയുടെ മാതാപിതാക്കളെ കാണുകയും തന്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. പിന്നീട് 1981 രജനീകാന്തും ലതയും വിവാഹിതരായി. തിരുപ്പതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം.